വീണ വിജയനെതിരായ SFO റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ നേരെ ഉണ്ടായ പോലീസ് ആക്രമണത്തിൽ മാർച്ചിൽ പങ്കെടുത്ത മൊറയൂർ ഒഴുകൂർ കുന്നക്കാട് സ്വദേശി വടക്കേകണ്ടിയിൽ AK ഷഫീഖിന് കാലിന് ഗുരുതരമായ പരിക്കേറ്റു. DCC ഓഫീസിൽ നിന്നാരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർക്കുനേരെ പോലീസ് ലാത്തിവീശി. പിരിഞ്ഞുപോകാതെ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ AK ഷഫീഖിനെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഫർഹാൻ പൂക്കോടൻ, ഫായിസ് പെരുമ്പിലായി എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സക്കായി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മാർച്ച് DCC വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ സഫീർജൻ പാണ്ടിക്കാട്, നാസിൽ പൂവിൽ, ജില്ലാ ഭാരവാഹികളായ അഡ്വക്കറ്റ് പ്രജിത്, ഷിജിമോൾ, റാഷിദ് ചോല, MT റിയാസ്, VP ഹഫീഫ, ലന ബർജ, ETP അസ്ദാഫ്, KP റാസിൽ, KSU ജില്ലാ പ്രസിഡന്റ് EK അൻഷിദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. അറസ്റ്റ് ചെയ്ത ഹാരിസ് മുതൂർ ഉൾപ്പെടെയുള്ള 5 പേരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ സംഘടിച്ച മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസിന്റെ ലാത്തിച്ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രവർത്തകരെ അവിടെ നിന്ന് സമാനമായ രീതിയിൽ തന്നെ മറുഭാഗത്ത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും ഇപ്പോഴും തുടരുന്നു. ഒരു ഭാഗത്ത് പ്രവർത്തന നേതൃത്വത്തിൽ ഒട്ടുമില്ല. ലാത്തി വീശുന്ന കാര്യങ്ങളിലേക്ക് ഒരു ഘട്ടത്തിൽ പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും പ്രവർത്തന ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. 2ഓളം പേർക്ക് ഇപ്പോൾ തന്നെ ഇതിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്.